കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ പോലീസ് കേസെടുത്തു. പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും യു പ്രതിഭയുടെ പരാതിയിലുമാണ് നടപടിയെടുത്തത്. UDF നേതാക്കൾക്കെതിരെ മോശം പരാമർശം നടത്തിയവർക്കെതിരെ CPIM എന്ത് നടപടിയെടുത്തെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കാരണം ഇർഷാദിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള അതിശക്തമായ നടപടിയിലേക്ക് മുസ്ലിം ലീഗും കടന്നിരുന്നു. പ്രസംഗ വീഡിയോയും മാധ്യമ വാർത്തകളും പരിശോധിച്ച ശേഷമാണ് UDF നിയോജക മണ്ഡലം ചെയർമാനായിരുന്ന ഇർഷാദിനെതിരെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കായംകുളം പോലീസ് കേസെടുത്തത്. യു പ്രതിഭ രേഖാമൂലം പരാതിയും നൽകിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അശ്ലീല ചൊവ്വയുള്ള ഉള്ളടക്കം നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചേർത്തത്. അധിക്ഷേപ പരാമർശത്തിന് ശേഷവും തനിക്കെതിരെ സൈബർ ആക്രമണം തുടരുന്നതായാണ് യു പ്രതിഭയുടെ പരാതി. ആ വ്യക്തി ഉറക്കെ പറഞ്ഞു, അണികളായിട്ടുള്ള കുറേ ആളുകൾ, അത് മുഖമില്ലാത്തവരാണ്, സോഷ്യൽ മീഡിയ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തുമാത്രം ആക്രമണം നേരിട്ടാണ് വന്നിരിക്കുന്നതെന്നറിയോ. ഇപ്പം തന്നെ വീണ്ടും വളച്ചൊടിച്ച കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം കള്ള ക്യാമ്പയിനാണ് 2 ദിവസമായിട്ട് വീണ്ടും ഇറക്കുന്നത്. സാംസ്കാരിക ഔന്നിത്യം മറന്നാണ് UDF പ്രവർത്തനമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കുക, അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. തങ്ങളുടെ നേതാക്കൾക്കെതിരെ മോശം പരാമർശം നടത്തിയവർക്കെതിരെ CPIM എന്ത് നടപടിയെടുത്തെന്നാണ് UDFന്റെ ചോദ്യം. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പുറത്താക്കലിൽ കൂടുതൽ എന്ത് നടപടിയാണ് എടുക്കാനുള്ളതെന്ന് കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജു. ഞങ്ങളത് മാപ്പ് പറഞ്ഞു, പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മുന്നണിക്ക് വേണ്ടി പറഞ്ഞു. ഞങ്ങളുടെ മുന്നണി അദ്ദേഹത്തെ സ്ഥാനത്തുനിന്നും മാറ്റി, പാർട്ടി അദ്ദേഹത്തെ പ്രാഥമികത്തു നിന്ന് പുറത്താക്കി. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.